പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ, ദേശീയ മാധ്യമങ്ങളിലൂടെ. ഇന്നത്തെ പ്രഭാതം എന്ന് പറയുന്നത് ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെയേറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. നമുക്കൊക്കെ തന്നെ അറിയാം, ഖത്തർ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥർക്കെതിരെ വധശിക്ഷ വിധിച്ചിരുന്നു. ആ വധശിക്ഷ റദ്ദ് ചെയ്തു. അവരെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയം തന്നെയാണ്. നമ്മുടെ രാജ്യവും ഖത്തറും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി അനൗദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖത്തർ എന്ന രാജ്യത്തിന് നമ്മുടെ ഭാരതവുമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവണമെന്നായിരുന്നെങ്കിൽ അവരൊരിക്കലും തന്നെ നമ്മുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ നമ്മുടെ ഭാരതത്തെ നാണം കെടുത്താൻ ശ്രമിക്കില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത, ഇന്നത്തെ വാർത്ത വന്നതോടുകൂടിയിട്ട് അവരുദ്ദേശിച്ചതിനേക്കാൾ 10 മടങ്ങ് ഭാരതത്തിന് മുന്നിൽ ഖത്തർ മുട്ടുമടക്കിയതായിട്ട് തന്നെ സുബോധമുള്ള ആളുകൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒക്കെ തന്നെ അറിയാം, ഖത്തർ ഈ പാലസ്തീൻ വിഷയത്തിലൊക്കെ തന്നെ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയൊക്കെ ചർച്ചക്കൊക്കെ നിന്ന് ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെയൊക്കെ കളിച്ചതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിനെതിരെയും കളിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവരൊന്ന് 4 ചോദ്യങ്ങൾ നേരെ അങ്ങ് ചോദിച്ച സമയം മുതൽ ഖത്തർ അടിപതറി മുന്നോട്ട് പോകുന്നതും നമ്മൾ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഖത്തറുമായിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ ഭാരതം ഒരുങ്ങുന്നു എന്ന സന്ദേശമാണ് പിന്നെ ഖത്തർ കണ്ടോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉപാധികളുമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥന്മാരെയും നിരുപാധികം അങ്ങ് വിട്ടയച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവർക്കെതിരെ വധശിക്ഷ വിധിച്ച സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ ഓർത്തു വെച്ചിട്ടുള്ള കുറച്ച് കമൻറ്റുകളുണ്ട്. ആ ഒരു ഖത്തർ വധശിക്ഷ വിധിച്ചതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നിൽക്കുന്നവർ തന്നെയാണ്. അവരുടെ വിശ്വാസത്തിൽ നമ്മൾ അന്ന് ശക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന്. ആ സമയത്തും ആ വീഡിയോയിലും വന്നിട്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ആ വീഡിയോയിലും വന്നിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 കമൻറ്റുകൾ ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുക്കാം. ആദ്യത്തെ കമൻ്റാണ്, ചെലക്കാണ്ട് പോടോ, വ്യക്തമായ ചാരപ്രവർത്തനം നടന്നാൽ തല പോകണം, അതാണ് നീതി. ഈ വൃത്തികെട്ടവനെ പോലെയുള്ളവരൊക്കെ നമ്മുടെ രാജ്യത്തെ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഉണ്ടാവും. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ തങ്ങളുടെ കൂട്ടത്തിലുള്ള കൂടപ്പിറപ്പിന്, അതും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഗോൾഡൻ ഏജ് പോലും രാജ്യസുരക്ഷയ്ക്ക് ചെലവഴിച്ചിട്ടുള്ള ആളുകളെ മറ്റൊരു രാജ്യം വധശിക്ഷയ്ക്ക് വിധിച്ചാൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലേ ഉണ്ടാവും. ഇമാതിരി വൃത്തികെട്ടവന്മാർ ഇവരൊക്കെ തന്നെ ആ കമൻ്റ് ഇട്ട സമയം മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കമൻ്റാണ്, ഖത്തർ കയ്യിൽ ഇന്ത്യ മൊത്തം മേടിക്കാനുള്ള പണമുണ്ട് എന്ന്. ഓക്കെ, ഖത്തറിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുത്തിരിക്കുക, ആ പിച്ചച്ചട്ടിയിലേക്ക് 2 തുട്ടങ്ങിട്ട് കൊടുക്കൂ, ചിലപ്പോൾ പാകിസ്ഥാൻ അങ്ങ് മേടിക്കാൻ സാധിക്കും. അതേസമയം അറബികൾക്ക് മാമാപ്പണി എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഇവനെ പോലെയുള്ളവരും ഒരു അറബി പോലും നമ്മുടെ ഭാരതത്തിലെ ഒരു തരി മണ്ണ് വാങ്ങാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതരുത്. ഇത് ഭാരതമാണ്, പണ്ടത്തെ ഇന്ത്യയല്ല. ചോറിവിടെയും കൂറവിടെയുമുള്ള ഇമാതിരി നെറികെട്ടവന്മാരൊക്കെ രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത കമൻ്റാണ്,
മൊത്തം അയൽ രാജ്യങ്ങൾ മൊത്തം ഉപരോധിച്ച രാജ്യമായിരുന്നു ഖത്തർ. മോനെ, എന്നിട്ട് എന്തായി? അവന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കഴിവില്ലായ്മ. താൻ ഇങ്ങനെ ഊർജം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ഊർജമിട്ടത് എന്തിനാണെന്ന് നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഈ രാജ്യത്ത് ആ ഒരു സമയത്ത് വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് ഇവിടെയുള്ള ജനങ്ങളോട് നിരന്തരമായിട്ട് നമ്മുടെ ഭരണാധികാരികളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ വധശിക്ഷ റദ്ദ് ചെയ്ത് ഇവർ നമ്മുടെ രാജ്യത്തേക്ക് എത്തുമെന്ന് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ് ഞാനിതുപോലെ ഊർജം വെച്ചുകൊണ്ട് ഇതുപോലെ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞത്. ഖത്തറൊന്നും ഒരിക്കലും നമ്മുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല എന്ന് ഇപ്പം എന്തായി? ഞാൻ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു കൊല്ലം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ ഒന്ന് തീരുമാനമാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം നമ്മുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ഒരു മികവുറ്റ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അജിത് ഡോവലും അമിത്ഷായും നമ്മുടെ രാജ്യത്തിൻ്റെ മുൻനിര നേതാക്കന്മാരുടെയൊക്കെ മികവ് തന്നെയാണ് ഖത്തർ യാതൊരു ഉപാധിയുമില്ലാത്ത നമ്മുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെ വിട്ടയച്ചിട്ടുള്ളത്. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് അഭിമാനം വാനോളം ഉയരുന്ന നിമിഷം തന്നെയാണ് ഇത്.